ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പേപ്പർ സിൽക്ക് സാരി എത്ര ഭംഗിയായിട്ട് നല്ല ഹിപ്പ് പ്ലീറ്റ്സ് ഒക്കെ എടുക്കാനുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ സാരി. നല്ല തീമഞ്ഞ കളറാണ് കേട്ടോ സാരി. അത് നല്ല ഹെവി ബോർഡർ, നല്ല ബ്രോഡായിട്ടുള്ള ബോർഡർ വന്നിട്ടുള്ള സാരിയാണ്. നല്ല ഭംഗിയാണ്. എനിക്ക് ഈ കളർ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ സാരിയുടെ എൻ്റെ ഭാഗം സാരിപ്പാവയുടെ റൈറ്റ് ഭാഗത്ത് ടക്ക് ചെയ്തിട്ടൊന്ന് കറങ്ങിയിട്ട് നമ്മൾ ആദ്യം ടക്ക് ചെയ്ത ഭാഗം വരെ ടക്ക് ചെയ്ത് നിർത്തുക. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് മുന്താണിയുടെ പ്ലീറ്റ്സ് ആണ്. അപ്പോൾ മുന്താണി പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ഒന്ന് ചുറ്റുക, എന്നിട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ട് മുന്താണി പ്ലീറ്റ്സ് എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഹെവി ബോർഡർ ആണെന്ന്. സാരിയുടെ ബോർഡർ കുറച്ച് വലുതാണ്, നല്ല ബ്രോഡായിട്ടുള്ള ബോർഡറാണ്. അപ്പോൾ അത് ഫുള്ള് കാണുന്ന രീതിയിലാണ് ഞാൻ പ്ലീറ്റ്സ് എടുത്തേക്കുന്നത്. വേണമെങ്കിൽ നമുക്കത് മടക്കി വയ്ക്കാം, പക്ഷേ എനിക്ക് തോന്നി അത് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ല എന്ന് തോന്നിയിട്ടാണ് ഞാൻ ആ ബോർഡർ ഫുള്ള് കാണുന്ന രീതിയിൽ തന്നെ പ്ലീറ്റ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ പ്ലീറ്റ് മാത്രം ആ ബോർഡറിൻ്റെ സൈസ്, ബാക്കിയുള്ള പ്ലീറ്റ്സ് അതിനേക്കാൾ ചെറുതാക്കിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഈ സാരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ടും ഇത് ബോർഡറൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് അത്യാവശ്യം ഫ്രണ്ട് ഭാഗത്ത് വിസിബിൾ ആവുന്ന ഭാഗങ്ങളിൽ മാത്രമാണ് ഇതിൻ്റെ ബോർഡർ കൊടുത്തിട്ടുള്ളൂ. മുന്താണി പ്ലീറ്റ്സ് എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം ബ്ലൗസിനോട് ചേർത്തിയിട്ട്. ഇപ്പോൾ ബോർഡർ കണ്ടില്ല, ഇത്രേ വന്നിട്ടുള്ളൂ മോൾ ഭാഗത്ത്. ഇനി ആ ഭാഗം ഫ്രണ്ടിലോട്ട് വലിച്ചിട്ട് നമ്മൾ പ്ലീറ്റ്സ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഹിപ്പിൽ പിൻസൊന്നും കുത്തണില്ല, കാരണം ഞാൻ ഈ സാരി എടുക്കുന്നത് രണ്ട് പിൻ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഫ്രണ്ടിലെ പ്ലീറ്റ്സ് 1 by 1 ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നീളം കൂടുതലെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. സാരിക്ക് ഭയങ്കര നീളമൊന്നുമില്ല. അപ്പോൾ 4 or 5 പ്ലീറ്റ്സൊക്കെ തന്നെയാണ് കിട്ടുള്ളൂ. ഇനി 1 by 1 ആയിട്ട് ആ പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് സാരി പാവടയിലോട്ട് നാവലിന് സ്ട്രെയിറ്റ് വരുന്ന രീതിയിൽ ടക്ക് ചെയ്ത് കൊടുക്കണം. ടക്ക് ചെയ്തിട്ട് ഇനി റൈറ്റ് ഭാഗം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ലെഫ്റ്റ് ഭാഗത്ത് ഒരു പ്ലീറ്റ് വിട്ടില്ലേ, ആ ഭാഗം വലിച്ചിട്ട് റൈറ്റ് ഭാഗത്ത് മുകളിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഈ വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലെഫ്റ്റ് ഭാഗത്ത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് താഴോട്ട് വലിച്ച് ഒന്ന് മേളിലോട്ടൊക്കെ വലിച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി വലിച്ച ഭാഗം ഒന്ന് പിരിച്ച് സാരി പാവടയിലോട്ട് ടക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത ഭാഗം ബാക്കിലോട്ട് വലിച്ചിട്ട് സാരി പാവടയിലോട്ട് ഒതുക്കി കുത്തി കൊടുക്കുക. ഇനി ഒരു സേഫ്റ്റി പിന്നെ നമ്മൾ കുത്തി കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ സാരിക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ പേപ്പർ സിൽക്ക് സാരി എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ ഭയങ്കര മുറുക്കെന്ന് പറയാൻ പറ്റില്ല, സാരിക്ക് അത്ര മുറുക്കം തോന്നില്ല മറ്റ് സാരികളെ അപേക്ഷിച്ച്. പക്ഷേ ഭയങ്കര വെയ്റ്റ്ലെസ് ആണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഉടുക്കാൻ പറ്റുന്നതാണ്, നല്ല ഷേപ്പിൽ ഉടുക്കാൻ പറ്റുന്നൊരു സാരിയും കൂടിയാണ് പേപ്പർ സിൽക്ക് സാരി. സാരി ഉടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് ഈ പ്ലീറ്റ്സൊക്കെ ഒന്ന് 1 by 1 ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് നോക്കാം. ഭംഗിയായില്ലേ, ഹിപ്പ് പ്ലീറ്റ്സൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നൊരു സാരിയാണ് പേപ്പർ സിൽക്ക് സാരി. പിന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷനും നല്ല ഭംഗിയുണ്ട്. ഡാർക്കും ലൈറ്റും കോമ്പിനേഷൻ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സിംഗിൾ ലെയർ കൂടി നോക്കിയാലോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ വന്ന് ഫോളോ ചെയ്യുന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത സാരി ഡ്രേപ്പിംഗ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.